ഞാൻ CBI ഡയറക്ടർ അതിനകത്ത് മമ്മൂക്കയുടെ ഞാൻ ചോദിച്ചു ഒരടി തരുമോ നമുക്ക് സേതുരാമയ്യൻ അങ്ങനെ അടിക്കൊന്നുമില്ല. ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് റാംജി റാവുല് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം സായ് കുമാർ എന്ന് പറയുമ്പോൾ ഒരു നായകന് കിട്ടാനുള്ള ഇതിനേക്കാളും വലിയ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സ്ഥലത്തില്ലെങ്കിൽ പോകുമ്പോ തിരിച്ചു വരുമ്പോ ജഗദീഷ് പറയും സായി ഞാൻ ഇങ്ങനൊരു സാധനം അങ്ങനെ പറയുന്ന ഒരു മനസ്സുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനം ഞാൻ ചെറുതായിട്ട് സാധനം എടുത്തിട്ടുണ്ട് അത് പോകും. ഞാൻ ലണ്ടനിലൊക്കെ വെച്ചാണ് ഒന്ന് തീരുമാനിച്ചത്, ഇല്ല എനിക്കൊന്ന് നോക്കണം, എൻ്റെ ഉള്ളിൽ എവിടെയോ ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് സന്തോഷം തരുന്നത് ഇതാണെന്ന് തിരിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണു വരം സംവിധാനം ചെയ്യുന്ന മധുവിധു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെയുള്ളത് മലയാളത്തിൻ്റെ പ്രിയ നടന്മാരായ ജഗദീഷേട്ടൻ, സായിച്ചേട്ടൻ, കല്യാണി. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ അനുവാദത്തോടെ കല്യാണി തുടങ്ങിയതായി. ഓക്കെ, കല്യാണി, ആദ്യമായിട്ട് പറയുന്നത് മലയാള സിനിമയിലേക്ക് സ്വാഗതം. കല്യാണിയുടെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്നേഹ മാർക്കൂസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഒരു നസ്രാണിക്കുട്ടി, അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല. സിനിമ കണ്ട് മനസ്സിലാക്കാം. അതെ. ഈ കഥാപാത്രത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നെത്തിയ ഒരു സിനിമയാണ് എനിക്ക്. ഒരു ദിവസം ഇതിൻ്റെ റൈറ്റർ വിപിൻ ചേട്ടനാണ് ഇങ്ങനെ വിളിച്ചത്, ഇങ്ങനൊരു പ്രോഗ്രാം പരിപാടി ഉണ്ട്, ഒന്ന് ഓഡിഷൻ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിപിൻ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, അപ്പോൾ പോയി ചെയ്തു. ഇപ്പതേ അതിന്റെ പ്രൊമോഷൻ ഇരിക്കുന്നു. അതെ അതെ, നമുക്ക് ഈ സിനിമയിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസാ തന്നത്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കഥാപാത്രത്തെ പറ്റി കല്യാണിയുടെ അച്ഛൻ്റെ വേഷമാണോ? അതെ, മാർക്കോസ് എന്നാണ് പേര്. ഒരു യഥാസ്ഥിതികമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഫാമിലി പെട്ട ആളാണ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഇപ്പോൾ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു കഥയാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വിശദമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വളരെ രസകരമായ നിമിഷങ്ങളും എന്നാൽ വല്ല ചെറുതായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ തറയ്ക്കുന്ന രീതിയിലുള്ള ചില മുഹൂർത്തങ്ങളും, അതിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ളൊരു സിനിമയാണ്. സാധാരണ നമ്മളെല്ലാ ഇങ്ങനെ ഇൻ്റർവ്യൂവിലും പറയും എല്ലാ സിനിമയും ഭയങ്കര രസമാണ്, മറ്റേതാണ് മറിച്ചത്. അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഇത് മോൾ അഭിനയിക്കുന്നൊന്നും പറഞ്ഞതല്ല. എന്തോ ഒരു ജോളി ടൈപ്പ് അച്ഛനാണോ? ആ ജോളിയാണ് അച്ഛൻ. എന്നാൽ ഞാൻ ചോദിക്കാൻ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പാട്ടിൽ ചെറിയ 2-3 സ്റ്റെപ്പ് ഒക്കെ വെക്കുന്നത് അത് ഒറ്റപ്പാർ 4 ശേഷമാണ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയത്. അത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇവരാണേ. അപ്പം എന്തെങ്കിലും ഞാനിവിടെ സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ ഇത് കൊണ്ടുപോകില്ലേ, മൊത്തത്തിൽ നിൽക്കുന്ന ആരൊക്കെയാ നോക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതും കൂടെ കൊണ്ടൊക്കെയാ ചെയ്തത്. പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നല്ലേ. ഗംഭീരമായിരുന്നു, വെറുതെ പറയല്ല, ഗംഭീരമായിരുന്നു. കാരണം സായിയാണ് ചെയ്യേണ്ട ആ റോള്. ഒരു റോള് ഇപ്പൊ ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജയ് വിഷ്ണു ആൻഡ് ബിപിൻ, സംവിധായകൻ വിഷ്ണു അരവിന്ദ്, അവര് സായി ഈ റോള് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും ഇത് സായി തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം സായിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അത് നമുക്ക് അല്ലെങ്കിൽ സായിയുടെ ലെവലിലുള്ള അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില മുഹൂർത്തങ്ങൾ ഈ പടത്തിലുണ്ട്. വേറെ ചില സീൻസ് ഉണ്ട്, അത് വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ സായിയുടെ ഒരു ലുക്ക്, ആ ലുക്കിൽ അത് ഡയലോഗ്സ് ഇല്ലാതെ ഒരു വേറെ ക്യാരക്ടേഴ്സിനെ ഒന്ന് നോക്കുമ്പോൾ ആ നോട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് പേടി തോന്നുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വികാരം തോന്നുക എന്ന് പറയുമ്പോൾ അവിടെയാണ് കണ്ണുകളിലാണ് ഏറ്റവും കൂടുതൽ ഒരു ആക്ടർ എക്സ്പ്രഷൻ. അപ്പം സായിയുടെ സൈലന്റ് ചില എക്സ്പ്രഷൻസ് ഉണ്ട്, അത് കണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പേടിക്കുന്നുണ്ട്. പ്രേക്ഷകരെ ഒന്ന് അവരെയും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു റോളാണ്. എന്നാൽ ജോവിയലുണ്ട്. എനിക്ക് എൻ്റെ ക്യാരക്ടറെ കുറിച്ച് രാജ്കുമാർ എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാൻ താല്പര്യം ഈ സിനിമയെ കുറിച്ചാണ്. സിനിമ നല്ലൊരു കോമഡി മൂവി ആയിരിക്കും, ഒരു ഫാമിലി കോമഡി ആയിട്ടായിരിക്കും മധുവിധു പ്രേക്ഷകരുടെ മുന്നിൽ എത്തുക. കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കൂടുതൽ കോമഡി വരണം എന്നുള്ളതാണ്. ആ ജോണറിലേക്ക് വരുന്ന ഒരു ചിത്രമായിരിക്കും മധുവിധു. ധൈര്യമായിട്ട് പറയാൻ നമുക്ക് നിങ്ങളെ ചിരിപ്പിക്കും, നിങ്ങളെ രസിപ്പിക്കും. ഒരു ഫാമിലി കോമഡിക്ക് വേണ്ട എല്ലാ ചേരുവകളും, അതിൻ്റെ നല്ല പാട്ടുകളുണ്ടാവും, നല്ല സീൻസ് ഉണ്ടാവും, എന്നാൽ അത്യാവശ്യം ഇമോഷൻസും സെന്റിമെന്റ്സും ഒക്കെ ഉണ്ടാവും. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഒരുപാട് ഞാനൊക്കെ സിനിമ കണ്ടു തുറന്ന കാലത്ത് സിനിമയിൽ എൻ്റെ ഓർമ്മയിൽ നിങ്ങൾ
നിങ്ങളുടെ സിനിമകൾ ദൂരദർശനിലൊക്കെ കണ്ട രാജതന്ത്രം, അതുപോലെ ഗൃഹപ്രവേശം പോലൊരു മനോഹരമായ സിനിമ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ടുപേർ എൻ്റെ മുന്നിൽ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ട്രെയിലർ പറയുന്നുണ്ട് സ്ത്രീകളില്ലാത്തൊരു കുടുംബം, ആ കുടുംബത്തിലേക്ക് വരുന്നൊരു പെൺകുട്ടി. അതിലെത്രമാത്രം കോമഡി ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, മാക്സിമം കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സാറിന് ഇപ്പോൾ നമ്മൾ ഞാനും സായി ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇൻഹരികർ നഗറിലുണ്ടായിരുന്നു. അതിനുശേഷമുള്ള രാജതന്ത്രം ഉൾപ്പെടെയുള്ള കുറേ ചിത്രങ്ങൾ ഞങ്ങൾ കോമഡി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രസന്റ് ജനറേഷന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൃഹപ്രവേശം ആയിക്കോട്ടെ, അന്ന് ആ ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർ എന്തുമാത്രം ഹാപ്പിയായോ, എത്രമാത്രം ഹാപ്പിയായോ അതേ രീതിയിൽ ഹാപ്പി ആകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പ്രസന്റ് ഡേയിൽ അത് പറിച്ചു നട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കഥയെ എടുത്ത് പറിച്ചു നടുക എന്നുള്ളതല്ല പറയുന്നത്. കാലത്തിന്റെ മാറ്റം ഹ്യൂമറിലും കോമഡിയിലും വന്നിട്ടുണ്ട്. ആ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് വരുന്ന ഒരു ചിത്രമായിരിക്കും മധുവിധു. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ, റാഫി മക്കാട്ട് അവരുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന അവർക്ക് പറ്റിയ ഒരു ശിഷ്യനായിരിക്കും ഇതിന്റെ സംവിധായകൻ വിഷ്ണു അരവിന്ദ്. റൈറ്റേഴ്സും. കാരണം ഇതിപ്പോ അവരെ എഴുതി വെച്ചിരുന്ന ഒരു സാധനത്തിന് നമ്മളിലേക്ക് കേൾപ്പിക്കുന്നത് ഡയറക്ടർ വിഷ്ണുവാണ്. വിഷ്ണു പറയുമ്പോൾ നമുക്കത് പെർഫോം ചെയ്യാനും പറ്റുന്നത് അതിനുള്ള ചേരുവ നമുക്ക് തരുന്നതുകൊണ്ടാണ്, ഇല്ലേ? ഇൻഗ്രീഡിയൻസ് അവർ തരുന്നത് കൊണ്ടാണല്ലോ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതെ. പക്ഷെ അതാണ് പറഞ്ഞത്, വലിയൊരു ഗിഫ്റ്റഡ് ആണ് ഇത്. കാരണം എല്ലാം ഫുൾ പാക്ക് കേക്ക് എന്ന് പറയുന്നത് ഫുൾ പാക്ഡ് ആണ്. അതൊരു സുഖകരമായ ഒരു അനുഭവമാണ്. പലപ്പോഴും പല സിനിമയ്ക്കകത്തും നമുക്ക് ചില സിനിമകളിലൊക്കെ കിട്ടാറില്ലാത്ത ചില സംഭവങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ പറയും. ഇതല്ല, ഇത് നമുക്ക് എന്താ പറയുന്നത്, പല സ്ഥലങ്ങളിലും നമ്മൾ രസകരമായിട്ട് നമുക്ക് തന്നെ പറഞ്ഞു പോകേണ്ടത് ഒക്കെ പറ്റും. പിന്നെ ഈ ഷറഫുദ്ദീൻ നായകനായി വരുന്ന കോമഡി ചിത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ഹിറ്റുകളാണ് എല്ലാ കാലത്തും. ഷറഫുദ്ദീൻ നായകനാവുന്ന കോമഡി മൂവീസ് അത് ഷറഫുദ്ദീൻ തന്നെ ഷോൾഡറിൽ അതിന്റെ ഭാരമൊക്കെ വഹിച്ച് നമ്മളെ കൂടെ കൊണ്ടുപോകും. അതെ, ഉൾപ്പെടെയുള്ള കുറെ ചിത്രങ്ങളില് ഷറഫുദ്ദീൻ അത് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത് സെന്റിമെന്റ്സ് ആയാലും ശരി തന്നെ, വയലൻസ് ആയാലും ശരി തന്നെ, കോമഡി ആയാലും ശരി തന്നെ ഒക്കെ ചെയ്തോളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ നിങ്ങളുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളുണ്ട് സുരേഷ് ബാബു. അദ്ദേഹം സ്റ്റേജ് ആക്ടറാണ്. സുരേഷ് ബാബു എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സുരേഷ് ബാബു. പിന്നെ എന്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന അസീസ് ഏറ്റവും ഇളയതൊരെണ്ണമുണ്ട്, അതും സഞ്ജു. അതും നല്ല അഭിനയം, നല്ല രസമാണ് കാണാൻ. അസീസിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റേജിലൂടെ എത്രയോ സംഭവങ്ങളൊക്കെ സ്റ്റേജിൽ ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാൻ പാടാ സ്റ്റേജില്. പക്ഷെ അത് അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പടത്തിൽ. അസീസിന്റെ നല്ല കോമഡി ഉണ്ടാവും ഈ പടത്തിൽ. കല്യാണി സിനിമയിൽ അഭിനയിക്കാമെന്ന് തീരുമാനിച്ച ഒരു മൊമെന്റ് ഏതായിരുന്നു? അതിനോട് അമ്മ എങ്ങനെയാണ് പ്രതികരിച്ചത്? എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു മനസ്സിൽ ഒരു കൊതി. ബിക്കോസ് ഞാൻ അമ്മേൻ്റെ അച്ഛനൊക്കെ കൂടെയല്ലേ, എനിക്ക് ഉള്ളിലും അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന് ഞാനത് പറഞ്ഞിട്ടില്ല അച്ഛനോട്. പക്ഷേ പഠിക്കണം എന്നായിരുന്നു അച്ഛന്. ഓക്കെ, ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞില്ല, നീ അത് വേറെ എന്താ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തെങ്കിലും പഠിക്കൂ എന്നുള്ളൊരു സ്കീമായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ലണ്ടൻ പോയി, അവിടെ ഒരു കോഴ്സ് ചെയ്തു. ഐ ഡിഡ് എ ഡിപ്ലോമ ദർ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ലണ്ടനിലൊക്കെ വെച്ചാണ് ഒന്ന് തീരുമാനിച്ചത്, ഇല്ല എനിക്കൊന്ന് നോക്കണം, എൻ്റെ ഉള്ളിൽ എവിടെയോ ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് സന്തോഷം തരുന്നത് ഇതാണെന്ന് തിരിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുപോലെ പറഞ്ഞു, അമ്മയുടെ അച്ഛനോടും പറഞ്ഞു. രണ്ടുപേരും ഒന്നും പറയാനായിട്ട് ഇല്ല. തിരിച്ചറിയുന്ന ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, അവിടെ മടിയില്ല. അപ്പൊ അമ്മയുടെ അച്ഛനോടും പറഞ്ഞു, ദേ എന്റെ അച്ഛനായിട്ടുണ്ട് ഈ പടത്തില്. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ലാൻഡിങ് ആണ് ഈ സിനിമ. കല്യാണിയെ പലരും നായികയാക്കാൻ ആലോചിച്ചിട്ടുണ്ട്, പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണിക്ക് നായികയാകാൻ പറ്റിയ സിനിമയാണ് ഈ മധുവിധു. ലാൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് തന്നെയാണ്, ഇതിനു വേണ്ടിയാണ് കല്യാണി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ആപ്റ്റ് റോളാണ്. കാരണം വെച്ചാൽ വെറും ഒരു ഓർണമെന്റൽ ഹീറോയിൻ അല്ല, അഭിനയിക്കാനുണ്ട്, അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങളാണ്. ഒരുപാട് തിരയിൽപ്പെട്ട് മുങ്ങിപ്പോവില്ല. അതെ, മനസ്സിലായില്ലേ? സ്പേസ് ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ വികാരങ്ങളും ഉണ്ട്, സ്നേഹമുണ്ട്, പ്രേമമുണ്ട്,
കോപമുണ്ട്, പരിഭവമുണ്ട്, പിന്നെ അച്ഛനോടുള്ള സ്നേഹം, അതെല്ലാം ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് കല്യാണിക്ക്. വെറുതെ ഒരു നായിക എന്ന ഒരു സംഭവമല്ല, അലങ്കാരത്തിന് വേണ്ടിയുള്ള ഒരു നായികയല്ല. ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു നായികയാണ്, വേഷമാണ് കല്യാണിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാനത് ഞാൻ കണക്കാക്കുന്നത്. ബിന്ദുവിന്റെ അടുത്ത് പറഞ്ഞു, റാംജി റാവുലൊക്കെ എനിക്ക് കിട്ടിയ ഒരു വേഷമുണ്ടല്ലോ, എല്ലാ ജോണറിനും നമുക്ക് ചെയ്യാൻ പറ്റി. അതെ അതെ. വില്ലൻ, അതില്ലാത്ത നായകൻ, ഹ്യൂമർ, സെന്റിമെന്റ്സ്, വയലൻസ്, ഫൈറ്റ്, അങ്ങനെ എല്ലാം. അതേപോലെ ഏകദേശം അതിനോട് അടുത്തടുത്ത് വരുന്നുണ്ട് ഇവരുടെ ക്യാരക്ടറും ഈ പടത്തിനകത്ത് വരുമ്പോൾ. ഇപ്പൊ ജഗദീഷ് പറഞ്ഞത് അതിനെക്കുറിച്ച് പറയുമ്പോൾ സായിയുടെ കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ മലയാള പ്രേക്ഷകർക്ക് ലഭിച്ച ആവേശം, ഒരു ടൈറ്റിൽ കണ്ടിട്ട് ഒരു ആവേശം തോന്നിയ ഒരു സംഭവമാണ്. ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് റാംജി റാവുല് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം സായ് കുമാർ എന്ന് പറയുമ്പോൾ ഒരു നായകന് കിട്ടാനുള്ള ഇതിനേക്കാളും വലിയ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല. സീനൊന്നുമല്ല, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം എന്ന് പറഞ്ഞിട്ട് ലോങ് കോട്ട് ഇട്ട് സായ് കുമാറിന്റെ ഒരു കാണുമ്പോ തന്നെ പ്രേക്ഷകര് എന്നുള്ളൊരു ഫീലിംഗ്. മാത്രമല്ല ആ സിനിമയിൽ ഇല്ലാത്തതായിട്ട് ഒരു ജോണർ പോലും ഇല്ല. അതാന്ന് പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു സിനിമ. അതുകൊണ്ട് എന്ത് ചെയ്യും അയാൾ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതെ. അത് ഞാൻ മാത്രം, എനിക്ക് മാത്രമല്ല, ഇവർക്ക് എല്ലാം കിട്ടിയിട്ടുള്ള ഒരു അനുഭവം അതാണ്. കാരണം അതെ, എന്നാലും ടൈറ്റിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം എന്നുള്ള ഒരു ടൈറ്റിലില്ലേ, ആ ടൈറ്റിലോടുകൂടി നല്ല ഗംഭീര ലോങ് കോട്ട് കേട്ടോ, അത് കളയരുത്. പാട്ടും ഉണ്ടായിരുന്നു. അതെ അതെ, അത് നല്ല നല്ല ഇൻട്രൊഡക്ഷനാണ്. ഞാനും ഇന്നസെന്റ് ഏട്ടനും കൂടെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാനും ഇന്നസെന്റ് ഏട്ടനും കൂടെ കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ് റാംജി റാവു സ്പീക്കിംഗ് കാണാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ റിപ്പോർട്ട് വെച്ച് തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇതൊരു സൂപ്പർ ഹിറ്റിലേക്കാണ് പോകുന്നത്. ഡേവിസണില് അന്ന് ഫുള്ളാണ്, പക്ഷേ ഇത്രയും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുന്നുള്ള സെക്കൻഡ് ഡേ അറിയില്ല. ഞാൻ ഇന്നസെന്റിനും കൂടെ പോയി ഡേവിസൺ തിയേറ്ററിൽ ഇന്നസെന്റിന്റെ അടുത്തിരുന്നാണ് കണ്ടത്. ഓരോ ഡയലോഗിനും കിട്ടുന്ന ചിരി, ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ, ഇവരുടെ ഓരോ സീൻസും കണ്ടപ്പോഴേ ഞാൻ ഇന്നസെന്റിനോട് ചേട്ടാ ഇതിവിടെ എങ്ങനെ നിൽക്കില്ല, അങ്ങനെ തന്നെ പൊട്ടെ, എങ്ങനെ തന്നെ പൊട്ടേ മറക്കാൻ പറ്റില്ല. ഡേവിസൺ തിയേറ്ററിൽ കണ്ടത്. ഇന്ന് ആ ഡേവിസൺ തിയേറ്ററിൽ ഇല്ല. അതെ, ഇന്നസെന്റ് ഏട്ടനും ഇല്ല. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ ഈ കണ്ണി കൂടിയാണ്. അതിൽ സച്ചേട്ടൻ പോലീസ് ഓഫീസറായിട്ട് നിൽക്കുന്നു, ജഗദീഷ് ചേട്ടൻ അവിടെ ഒരു ചുമരും ചാരി നിൽക്കുന്നു. ആള് കൂളാണ്, പക്ഷേ ചെറിയൊരു പേടിയുണ്ട്, മുമ്പിൽ ഒരു 3-4 പോലീസുകാർ നിൽക്കുന്നുണ്ടെന്നുള്ളത്. ആ സീൻ, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അയ്യോ, ഞങ്ങൾക്ക് ഓർമ്മകളേ ഉള്ളൂ. കാരണം KG ജോർജ് എന്ന പ്രതിഭാധനായ സംവിധായകൻ, അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞിരുന്നാൽ അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏറ്റവും വളരെ കൂളായിട്ട്, അപ്പോ സായി അവിടെ നിൽക്കണം, ജഗദീഷ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ, ആ ബുൾഗാൻ താടിയിൽ പിടിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ. ഹ്യൂമർ നന്നായിട്ട് പറയും, വളരെ സീരിയസ് ആയിട്ട് ഹ്യൂമർ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിരിയും നമ്മളെയൊക്കെ ഒരു വളരെയധികം എന്താ പറയാ, ഒരു കുട്ടികളായിട്ടാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യം ഷോട്ട് കട്ട് ചെയ്തിട്ട് പുള്ളിയെ അങ്ങനെ ചിരിച്ചു നിൽക്കും. അപ്പൊ നമ്മളെ കണ്ട് ചിരിച്ച നമ്മള് എന്താ പറയാ, മൈൻഡ് ചെയ്യാതെ പോകും. പുള്ളി, ഞാൻ സാറിന് പറഞ്ഞു, സാർ എത്ര പ്രാവശ്യം ഞാൻ ചിരിച്ചോണ്ട് വന്നപ്പോ സാറ് ഞാൻ കണ്ടില്ല സായി, ഞാൻ ആ എടുത്ത ഷോട്ട് ഞാനിങ്ങനെ മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്തതാ. പുള്ളി അത് കണ്ടിട്ടാ കൊള്ളാതെ എന്ന് പറഞ്ഞിട്ടാ പോന്നെ മനസ്സിൽ. നമ്മുടെ വിചാരം നമ്മളെ കണ്ട് ചിരിക്കാതെ ചമ്മിപ്പോവും പലപ്പോഴും. അസാധ്യ സ്ക്രിപ്റ്റാണ് ഈ കണ്ണികൂടി എന്ന് പറഞ്ഞ സിനിമ. ഇന്നാണ് അതിന് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അന്ന് അത്രയും അംഗീകാരം യൂട്യൂബിൽ ഒരുപാട് പേര് യൂട്യൂബില് കണ്ടിട്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഓരോ ക്യാരക്ടർ. പിന്നെ അന്ന് പുതുമുഖങ്ങളായിരുന്നു അതിനകത്ത്, നായികന്മാര്. അപ്പൊ ഇന്ന് പുതുമുഖങ്ങൾ ഒരുപാട് ജനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് അത്രത്തോളം ഒരു പുതുമുഖങ്ങളുടെ ചിത്രങ്ങൾക്ക് അത്ര ഒരു റിസപ്ഷൻ കിട്ടിയിരുന്നില്ല. വിശേഷം ഇത് താരതമ്യേന ഒരു സീരിയസ് മൂവി കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് അതിന് ഇപ്പോ അദ്ദേഹം അകലങ്ങളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും ജോർജ് സാർ. ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആണ് ഈ കണ്ണികൂടി. കല്യാണി, ഇവര് രണ്ടുപേരും അസാധ്യ പാട്ടുകാരാണ്. സെറ്റിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ, ഒരു കുടുംബം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സിനിമ തുടങ്ങിയതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കുറേ മഴയായിട്ട് ഷൂട്ടിങ് കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും, ജഗദീഷ് സാറാണെങ്കിലും സായിച്ചൻ, അസീസ്ക, ഷർഫുക്ക, എല്ലാവരും പാട്ട് മൈക്ക് സെറ്റൊക്കെ വെച്ചൊരു ഭയങ്കര എന്താ പറയുക, ഭംഗിയുള്ള എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇവരുടെ കൂടെ ഇരിക്കുക, പാട്ടൊക്കെ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കെന്നും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഒരുപാട് തന്ന സിനിമയാണ് മധുവിധു. അടിപൊളിയായിരുന്നു, എല്ലാവരും ഭയങ്കര വൈബായിരുന്നു.
ഈ ഇവരുടെയൊക്കെ പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഉണ്ട്, ഒത്തിരി പഴയത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി പഴയതല്ല, എന്നാലും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ നാരായം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇല്ല, ഗംഭീര സിനിമയാണ്. കാണണം. നല്ല സിനിമയാണ്. അവാർഡൊക്കെ കിട്ടിയ സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ്. ദേശീയോദ്ഗ്രഥനത്തിന് ശശിശങ്കറാണ് സംവിധായകൻ. അതിന്റെ ഒരു നല്ല ഓർമ്മ എന്ന് പറയുന്നത് എനിക്കൊരു നല്ല പാട്ട് MG ശ്രീകുമാർ പാടുന്ന പാട്ടാണ്. അച്ഛൻ്റെ വിഷ്ണു എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയാം ആ സിനിമ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. മമ്മൂട്ടിയാണ്. എനിക്കറിയാം. ഉഗ്രം പടം. ശ്രീകുമാർ സാർ. ശ്രീകുമാർ സാർ. സായി ചേട്ടൻ എപ്പോഴെങ്കിലും ഈ ഇടക്കാലത്ത് ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഒരു വില്ലൻ വേഷങ്ങളിൽ നിന്നൊരു മാറ്റം വേണമെന്ന് എപ്പോഴും തോന്നിയിരുന്നോ? വില്ലൻ വേഷത്തിൽ നിന്ന് മാറ്റം വേണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരുപാട് അങ്ങ് കിടന്ന് ഇടി കൊള്ളുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഇത് വരുന്നവരും പോകുന്നവരും ഒക്കെ എടുത്തിട്ട് ഇടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതിലാണ് ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അല്ലാതെ നിന്ന് ചെയ്യണം, അടി കിട്ടണ്ടെന്നല്ല. ഞാൻ CBI ഡയറക്ടർ അതിനകത്ത് മമ്മൂക്കയുടെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചാൽ ഇനി പോകാനൊന്നും ഒരടി തരും നമുക്ക് സേതുരാമയ്യൻ അങ്ങനെ അടിക്കൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യം പറയാം, ഒരു രഹസ്യം പറയാം. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തില് ഫൈറ്റ് മാസ്റ്റർ എത്തിയില്ല. സിദ്ദിഖും സായികുമാറും ചേർന്നാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ഒരു ഫൈറ്റ് കമ്പോസ് ചെയ്തത്. അത് ശരി. സിദ്ദിഖും സായും കൂടെ കമ്പോസ് ചെയ്തു. അപ്പൊ ജഗദീഷ് ഇങ്ങനെ ഇടിച്ചാൽ മതി, അപ്പൊ ഞാൻ ഇങ്ങനെ ഇടിക്കാം. സായും സിദ്ദിഖും കൂടെ അത് കമ്പോസ് ചെയ്തു. സിനിമ കണ്ടു നോക്കുമ്പോ അറിയാം. ഒരു പാറപ്പുറത്തെ കാര്യങ്ങളൊക്കെ ചെറിയൊരു ഫൈറ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇഷ്ടമാണ്. അതൊക്കെ ചോദിച്ചു വാങ്ങിച്ചാൽ ഒരെണ്ണം തരാം. മാസ്റ്റർ ഞങ്ങൾ വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടാ ഒരെണ്ണം വാങ്ങിച്ചിട്ടാ വേണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ഒന്ന് നിന്നേ ഒരെണ്ണം ഇനി പോവാലോ. ഓക്കെ, പുള്ളി ഹാപ്പിയായി. തിയേറ്ററിൽ എന്നാ കാണാനറിയാം. രാജതന്ത്രത്തില് ഞാനും സായും കൂടെ ഉള്ള ഒരു ഫൈറ്റ് ഉണ്ട്, റൂമിനകത്തുള്ള ഫൈറ്റ്. ഇപ്പോഴും ഓർക്കുമ്പോ രസമുണ്ട്. സായി ചേട്ടൻ അന്ന് നായകനായിട്ട് വന്നു, പിന്നെ വില്ലൻ വേഷം ചെയ്തു. ഇപ്പൊ പോസിറ്റീവ് റോൾ, ഫീൽ ഗുഡ് റോളുകൾ കൂടുതൽ തേടി വരുന്ന സംശയമുണ്ട്. അത്തരം റോളുകൾ ചെയ്യുന്നു. ജഗദീഷേട്ടൻ നേരെ തിരിച്ചാണ്, നായകനായി കൊമേഡിയനായി നായകൻ, വില്ലൻ വേഷം ചെയ്യുന്നു. അതെ, കൊമേഡിയനായി നായകനായി ഇപ്പോ വില്ലൻ വേഷം ഉൾപ്പെടെയുള്ള ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഏറ്റവും സന്തോഷം മധുവിധുവാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കോയ്ക്കൊക്കെ ജനങ്ങള് അത്യാവശ്യം എല്ലാവരും വേണ്ട പ്രോത്സാഹനവും അംഗീകാരവും തന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. റോഷാക്ക് ആയിക്കോട്ടെ, ഓസ്ലർ ആയിക്കോട്ടെ, അതൊക്കെ നെഗറ്റീവ് ടച്ചുള്ള വേഷം. കാപ്പയില് ആ വേഷങ്ങള് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, കോമഡി അങ്ങ് വിട്ടോ? അതെ, കോമഡിയിലൂടെയാണ് ഞങ്ങൾ വളർത്തിയത്, അത് മറക്കരുതെന്നൊക്കെ എടുത്തെടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരും, കോമഡി വരും. അതിനുള്ള ഒരു നല്ല മറുപടിയാണ് മധുവിധു. ഈ പലരും ധരിക്കുമല്ലോ ഇങ്ങനെ കോമഡി. ഇപ്പൊ HHMI എന്ന് പറയുന്നത് അതാണ് ജഗദീഷ് എന്ന് പറഞ്ഞൊരു ധാരണ ഉണ്ടായിരുന്നു. അതല്ല ജഗദീഷ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതെ അതെ, ഞാനിത് എൻ്റെ റേഞ്ച് ഇതല്ല എന്ന് അത് എടുക്കാൻ തക്കോണം ഉള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഇന്ന് അസാധ്യമായത് കിട്ടും. അല്ലാതെ ഈ ഹ്യൂമർ ചെയ്യുന്നതെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഏറ്റവും സങ്കടകരമായിട്ടും പാടുള്ളതും ഹ്യൂമർ ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ഇട്ടാൽ കണ്ണീര് വരും. ഇത് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അങ്ങനെ ഒരാൾക്ക് ഡെഫിനറ്റ്ലി കരയിപ്പിക്കാൻ പറ്റും, ഈസിയാണ്. അല്ലെ, നമ്മളെ ഇതിനകത്ത് ഒരു സീൻ നമ്മളെ എല്ലാവരുടെയും കൂടെ കോമ്പിനേഷനുള്ള ചില സീനുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ടൈമിംഗ് അറിയാം. കാരണം വെച്ചാൽ സുരേഷ് ബാബു എന്ന് പറയുന്ന എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ്, ഞാൻ, സായി, ഷറഫുദ്ദീൻ, കല്യാണി, കൂടെ ബിന്ദു പണിക്കർ ഉണ്ട് അതിനകത്ത് ഒരു ചെറിയ വേഷത്തിൽ. ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു സീൻ. അത് ആരുടെയെങ്കിലും ഒരാളുടെ ടൈമിംഗ് അത് തെറ്റിപ്പോയാൽ ആ സീൻ നന്നാവില്ല. എല്ലാവരും കൂടെ അതും ഓൾമോസ്റ്റ് ഒരു സിംഗിൾ ഷോട്ടിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കൂട്ടായ ശ്രമമാണ്. കൂട്ടായ ശ്രമമാണ്. അതിനകത്ത് എല്ലാവരുടെയും പെർഫെക്റ്റ് ടൈമിംഗിൽ പലപ്പോഴും ടേക്ക് 1 തന്നെയാണ് ഓക്കെ. അത് നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം എല്ലാവരും അത്രത്തോളം ഇൻവോൾവ് ആണ്. അതുകൊണ്ടല്ലേ ടേക്ക് 1 ഓക്കെ ആക്കാൻ പറ്റുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന, സംവിധായകൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഓരോ ആർട്ടിസ്റ്റും പെർഫോം ചെയ്യണം എന്നുള്ള വരുമ്പോൾ, ഇത്രയും വലിയ കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ അതിന് ഇവരെല്ലാവരും അതിനനുസരിച്ച് പിന്നെ നമ്മള് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ടേക്ക് 2 ടേക്ക് 3 ഒക്കെ എടുപ്പിച്ചിട്ടുള്ളത്. അപ്പോഴും വിഷ്ണുവിന്റെ മനസ്സിൽ ഇത് ചേട്ടാ ആദ്യത്തെ നോക്കിയാണ് ചേട്ടാ എന്നാ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം ഒന്നുകൂടെ എന്നാ പറയാം. ചിലപ്പോ നിങ്ങള് ഫിലിമില് ഷൂട്ട് ചെയ്ത് അഭിനയിച്ച് വന്ന എക്സ്പീരിയൻസിന്റെ കൂടി ഇതായിരിക്കില്ലേ? അല്ല, എക്സ്പീരിയൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ മാത്രമല്ല ആ സീനിന്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. ആ സീനിന്റെ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അഭിനയിക്കാൻ കൂടുതൽ പ്രചോദനം ലഭിക്കുക.
പിന്നെ ഈ കഥയില് ഇവരെ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ കഥ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചിലപ്പോ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ അമ്മു എന്ന് വിളിക്കുന്ന, അമ്മു എന്നാണ് വീട്ടിലെ ചെല്ലപ്പേര്, ഫീമെയിൽ നെയിമാണ് അമ്മു. അപ്പൊ ആ അമ്മുവിന്റെയും ഈ കല്യാണിയുടെ ക്യാരക്ടറിന്റെയും പ്രേമം, അതിന്റെ ഒരു പര്യവസാനം ഒക്കെ ആയിരിക്കും ആൾക്കാർ പ്രതീക്ഷിക്കുക. അതല്ല ഈ സിനിമ. അവരുടെ പ്രേമം പൂവടിയുന്നത് അത് മാത്രമല്ല ഈ സിനിമ. അതിനപ്പുറം ചില കാര്യങ്ങളും ഒക്കെ കഥ വേറെ വഴിയിലേക്കൊക്കെ തിരിയുന്നുണ്ട്, രസകരമായി തിരിയുന്നുണ്ട്. അപ്പൊ സാധാരണ പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കഥ പോകുമ്പോൾ അവർക്ക് കുറച്ച് ഒരു മടുപ്പ് അനുഭവപ്പെടും. ഇത് അങ്ങനെ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഇതിന്റെ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കഥ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹ്യൂമർ പൊക്കോണ്ടിരിക്കുക. ഇതിലുപരി ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു തുടക്കവും അവസാനവും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെ പാടാണ്. ഇപ്പം ഈ ഞാൻ കല്യാണിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവളുടെ ആദ്യത്തെ പടമാണ്, പെർഫോം ചെയ്യുന്നതിനൊരു വിശ്വാസമുണ്ട്. പക്ഷെ നമുക്ക് വേറെ എല്ലാത്തിനും ക്ലാസ് എടുക്കാം, ഈ അഭിനയത്തിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് അല്ലേ, ഡയറക്ഷൻ പഠിപ്പിക്കാം, ക്യാമറ പഠിപ്പിക്കാം, എഡിറ്റിംഗ് പഠിപ്പിക്കാം. പക്ഷെ അഭിനയം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് വരണം. അതേപോലെ തന്നെ സംഗീതം, ഇത് രണ്ടെണ്ണം പഠിക്കാൻ വലിയ പാടാണ്. അപ്പം എനിക്ക് അങ്ങനെ ചില സമയങ്ങളിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചത് മനസ്സുകൊണ്ട് എന്ന് പറയേണ്ട ഒരു 2-3 മുഹൂർത്തങ്ങൾ ഇവിടെ നമുക്ക് തന്നു എന്നുള്ളതാണ് ഒരു സമാധാനമുള്ളത്. അങ്ങനെ ചില മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് ജഗദീഷുണ്ട്, ഷെറഫുണ്ട്, അസീസുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പോൾ ഞാനെങ്ങനെ എൻ്റെ മോളെ കാണുന്നു അതേപോലെ തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെയും അവളെ അങ്ങനല്ല ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാനൊരു ആളുണ്ടെന്നുള്ളത് അത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുപോലെ റൈറ്റേഴ്സ് ആയാലും ശരി, ഡയറക്ടർ ആയാലും ശരി, എല്ലാവരുടെയും ഒരു വളരെ ശ്രദ്ധ കല്യാണിയിലേക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ ചിത്രത്തിൽ തന്നെ കല്യാണിക്ക് നല്ല ഡാൻസ് മൂവ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭാഗ്യല്ലേ? കാരണം ഏതെങ്കിലും ഒരു ടൈം, ഞാൻ പറഞ്ഞില്ലേ, പല ഷെയ്ഡ്സും ഉള്ള ഒരു ക്യാരക്ടറാണ്. ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഉള്ളൊരു നല്ല ക്യാരക്ടറാണ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. കല്യാണി അമ്മയുടെ സിനിമകൾ സ്ഥിരം കാണാറുണ്ടോ? ഏതാണ് അമ്മ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എനിക്ക് ജോക്കർ. പരിണയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിനിമ അറിയാം, കുറച്ച് കണ്ടിട്ടുണ്ട്. പരിണയം അറിയാം. പിന്നെ അമ്മ തന്നൊരു ഉപദേശം എന്തായിരിക്കും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്? അങ്ങനെ എന്തെങ്കിലും തന്നിരുന്നോ? അമ്മയും അച്ഛനും ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്, എന്താ പറയുക, ഏതൊരു കഥാപാത്രമാണെങ്കിലും ഇപ്പം എന്താണോ സീക്വൻസ്, ഓക്കെ, ആ സമയത്ത് എന്താണോ ആ മനുഷ്യൻ കടന്നുപോയി, ഇപ്പം നീയാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അതാണ് നിന്നിൽ നിന്ന് വരുള്ളൂ. അതിൽ കൂടുതൽ അങ്ങനെ ഒന്നും രണ്ടുപേരും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അമ്മ കൂടുതലും അങ്ങനെയാണ് പറഞ്ഞു തരാറ് എനിക്ക്. ഇങ്ങനെ എന്താ പറയുക, തിയറിറ്റിക്കലി അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഒബ്വിയസ്ലി അമ്മയും അച്ഛനും ഞാൻ ചോദിക്കാറുണ്ട്. എനിക്കൊന്ന് അച്ഛനാണ് കുറച്ചും കൂടെ ഇപ്പോൾ ഒരു ഇമോഷണൽ സീക്വൻസ് ചെയ്യുമ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട്. ഇപ്പം ഞാൻ ടുവേർഡ്സ് ക്ലൈമാക്സിൽ ചെയ്യുമ്പോൾ, ഇമോഷണൽ സീക്വൻസ് ചെയ്യുമ്പോൾ, അപ്പോൾ അവർക്ക് സ്ക്രീനിൽ കാണാമല്ലോ. അപ്പോൾ ജസ്റ്റ് അച്ഛൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നോട് പറയും ആ കണ്ണൊന്ന് താഴേന്ന് മേളിലേക്ക് ട്രാവൽ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് ചെയ്തു. എന്നിട്ടത് മോണിറ്ററിൽ കാണുമ്പോഴുള്ളൊരു വ്യത്യാസം ഭയങ്കര അത്ഭുതമാണ്. അതെങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാവുക? താഴേന്ന് മേളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതൊരു, അതാണ് എക്സ്പീരിയൻസും ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. സോ നമ്മളത് പറയാൻ കാരണം നമ്മുടെ പല മുൻപിലുണ്ടായിരുന്നത് ചെയ്തിരുന്നതാണ് അല്ലേ, നമ്മുടെ ഗുരുക്കന്മാർ ചെയ്തിരിക്കുന്നതാണ്, അത് കാണുന്നതാണ്. പിന്നെ ഏതായാലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെല്ലാം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം, ഒരു ക്യാരക്ടറാണെങ്കിൽ ഇതിലിപ്പോൾ മാർക്കോസ് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു വെച്ചാൽ, ഞാനത് എനിക്കത് വന്നാൽ എന്തായിരിക്കും ഞാൻ കാണിക്കുക ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടായിരിക്കും ഞാൻ കാണിക്കുക. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പല കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലും ഷെയ്ഡ്സ് വരാത്തത് അതുകൊണ്ടാണ് തോന്നുന്നു. അതിനകത്തുനിന്ന് വ്യത്യാസമായിരുന്നല്ലോ, ഇതിനകത്ത് വ്യത്യാസമാണല്ലോ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും. അത് കറക്റ്റാ. ഇതിലിപ്പോ സായിയും ബിന്ദുവും ടിപ്സ് കൊടുത്തിട്ടുണ്ടാവും കല്യാണിക്ക്. പക്ഷെ കല്യാണി ഇവരുടെ സ്റ്റൈലൊന്നും അല്ല അഭിനയിച്ചിരിക്കുന്നത്. കല്യാണിക്ക് കല്യാണിയുടേതായിട്ടുള്ള ഒരു അഭിനയ ശൈലിയുണ്ട്. അതിൽ വിശേഷിച്ചും ഇമോഷണൽ സീനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്
തീർച്ചയായിട്ടും പറയാം. മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു നല്ല അഭിനേത്രിയാണ് കല്യാണി. യാതൊരു സംശയമില്ല, കല്യാണി പഠിക്കാൻ. സൈജേട്ടൻ പണ്ട് തബലിസ്റ്റായിരുന്നു, തബല വായിക്കായിരുന്നു. വായിക്കുമായിരുന്നു. പിന്നെ എപ്പോഴാണ് വിട്ട? സിനിമയിലെ തിരക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ വായിക്കാൻ പോയതാണ്. KPSC ഓർക്കസ്ട്ര ഉണ്ടായിരുന്നല്ലോ, അപ്പം അപ്പോഴും വായിക്കുമായിരുന്നു. ഈ ഓർക്കസ്ട്ര നിന്ന് റെക്കോർഡിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരൊന്നും ഇല്ലാതായി. അപ്പൊ പിന്നെ നാടകത്തിന്റെ പുറകിലായതുകൊണ്ട് ഇതിന് വായിച്ചുകൊണ്ട് നടക്കാനുള്ള സമയം കിട്ടിയില്ല, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെ പോയി. എല്ലാം വീട്ടിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അല്ല ഇപ്പൊ വീട്ടിൽ നിന്നൊന്നും വായിക്കാറൊന്നും സമയം കിട്ടാറില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പൊ സമയം കിട്ടുമ്പോഴത്തേക്ക് കൈക്കൊക്കെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വീഴില്ല കറക്റ്റ് സ്ഥലങ്ങളിൽ. അതിന്റെ പതുക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ തുടങ്ങിയിട്ടില്ല. എല്ലാം ഇരിക്കണ്ടേ വീട്ടില്. പണ്ട് സിനിമ ലൊക്കേഷനിൽ ക്യാരവാനുകളിലായിരുന്നല്ലോ, ഈ സിനിമയിൽ ക്യാരവാൻ ഉണ്ടായിരുന്നോ? ക്യാരവൻ ഉണ്ട്. ക്യാരവനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ക്യാരവൻ ഒരു സൗകര്യം തന്നെയാണ്. പലപ്പോഴും പണ്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡ് വർക്കിൽ നിന്നാണ് കോസ്റ്റ്യൂം മാറിയിട്ടുള്ളത്. ഡ്രസ്സൊക്കെ മാറുന്നത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു മുണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ 4 മുണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഇന്ന് ക്യാരവൻ ഉള്ളപ്പോൾ അതിന്റെ സൗകര്യം കോസ്റ്റ്യൂം ചേഞ്ചിന്, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഈ ടോയ്ലറ്റിൽ പോകുന്നതിന്, ഏതെങ്കിലുമൊക്കെ വീടുകളൊക്കെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പം പെർമിഷൻ തരുന്ന വീടുകളുണ്ട്, പെർമിഷൻ തരാത്ത വീടുകളുണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ക്യാരവൻ എന്ന് പറയുന്നത്. പക്ഷെ ക്യാരവൻ ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്യാരവനിൽ ഇരിക്കില്ല. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിരുന്നിട്ടാണ്, കല്യാണി പറഞ്ഞല്ലേ, ഞങ്ങൾ വെളിയിരുന്ന് പാട്ട് പാടും, വെളിയിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ക്യാരവനിൽ ഞങ്ങൾ കഴിഞ്ഞ നിമിഷങ്ങൾ വളരെ കുറവായിരുന്നു. ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ബേസിക്കലി ക്യാരവന്റെ സൗകര്യങ്ങൾ ഇഷ്ടമാണ്. ക്യാരവനിൽ എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അന്നൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഹോട്ടലുകളിൽ റൂം എടുക്കും, നിങ്ങൾ ഒരുമിച്ചായിരിക്കും ഇരിക്കുക? ഒരുമിച്ച് തന്നെയാണ്. ലൊക്കേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ ചേരിട്ട് ഞങ്ങൾ ഇരിക്കും. ഒന്നും വേണ്ട. പ്രിയദർശൻ ഹംഗാമ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തു. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സിനിമയിൽ ക്യാരവൻ കണ്ടിട്ടുള്ളത് ഹംഗാമ എന്ന ചിത്രത്തിലാണ്. പരേഷ് റാവൽ, ഓരോരുത്തർക്കും ഓരോ ക്യാരവനാണ്. പരേഷ് റാവലുണ്ട്, അക്ഷയ് ഖന്നയുണ്ട്, അഫ്താബ് ശിവദസാനി ഉണ്ട്, തുടങ്ങി ലീഡിംഗ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റ്, അസ്രാനി സാബുണ്ട്, കുറേ പേരെല്ലാം അവിടെ ക്യാരവനിൽ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കും ക്യാരവൻ തന്നിട്ടുണ്ട്, ഒരു സോളോ ക്യാരവൻ. പ്രിയനുണ്ട് ക്യാരവൻ, ക്യാമറാമാന് ക്യാരവൻ. പക്ഷെ പ്രിയൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രിയൻ ഒരു ചെയറിൽ ഇവിടെ ഇരിക്കും. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും പ്രിയന്റെ ചുറ്റും വന്നിരിക്കും. ക്യാരവനിൽ ആരും ഉണ്ടായിട്ടില്ല. പരേഷ് റാവൽ വന്ന് പ്രിയന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അക്ഷയ് ഖന്ന, ഇപ്പോഴത്തെ ദുരന്തറിലൊക്കെ കലക്കിയിട്ടുള്ള അക്ഷയ് ഖന്ന, പ്രിയൻ ജി എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടിരിക്കും എന്റെ അടുത്ത് വന്ന്. അപ്പൊ അങ്ങനെ ആ ക്യാരവൻ കൾച്ചർ ഉള്ളിടത്ത് പോലും ചിലപ്പോൾ നമുക്ക് അതിനെ മാറ്റാൻ കഴിയും. ആൾക്കാർ പ്രിയന്റെ അടുത്ത് നിന്ന് പ്രിയൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തമാശ പറയും, എനിക്ക് പറയാൻ അവസരം തരും. അപ്പൊ അങ്ങനെ ക്യാരവനിൽ വേണമെങ്കിൽ അത് ഡിപ്പെൻസ്, നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. നമുക്ക് സിങ്കായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ക്യാരവനിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളെല്ലാവരും ക്യാരവന്റെ വെളിയിൽ വന്ന്, ഞാൻ ക്യാരവന്റെ അകത്തിരുന്ന് തനിച്ചിരുന്ന് പാട്ടുപാടി ആരും കേൾക്കും. അതകത്തിരുന്ന് എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ വെളിയിറങ്ങി വന്നാലേ എന്റെ പാട്ട് കേട്ട് കുറച്ചൊക്കെ അവരെ ദ്രോഹിക്കണ്ടേ? മോശം പാട്ടുകാരനൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ 3-ോ 4-ോ പഠിക്കുമ്പോഴാണ് ജഗദീഷ് ചേട്ടൻ പാടിയൊരു ആൽബം, അന്ന് കാസറ്റാണ്. എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ തുടക്കം മഴവിൽ കസവുള്ള പുടവ. അത് കൈതപ്രം തിരുമേനി, അദ്ദേഹം രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ഞാൻ സ്കൂളിൽ പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോശം പാട്ട്. ആ പാട്ടിന് ക്രെഡിറ്റ് കൈതപ്രം തിരുമേനിക്ക് കൊടുത്താൽ മതി. എന്നെ കൊണ്ട് പാടിച്ചു എന്ന് പറയുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി മധുവിന്റെ ലൊക്കേഷനില് ഈ റെഡി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ക്യാരവനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും. അപ്പൊ വിഷ്ണു ചോദിക്കും, ചേട്ടാ ഇവിടെ റെഡി ആയിട്ടില്ല. സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് ഈ ക്യാരവനിൽ തെറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ ടെൻഷനാണ്, ചേട്ടാ അവിടെ റെഡി ആയിട്ടില്ല, എന്നെ ഇവിടെ പറയും, ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ പറയാം, ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം, ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുക. ഞാൻ വരും. കുറച്ച് കഴിയുമ്പോൾ സായി വന്നിരിക്കും, ഷറഫുദ്ദീൻ വന്നിരിക്കും, എല്ലാവരും അപ്പൊ ലൊക്കേഷനിൽ തന്നെ കാണും. അപ്പൊ അല്പം മാറി അവിടെ ലേക്കപ്പ് നടക്കുകയാണ്. അവിടെയാണ് ലേക്കപ്പ് നടക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പാട്ട് പാടുക, കാര്യം പറയുക. ചിലപ്പോ ഡയറക്ടർ വന്നിട്ട് ഇവിടെ നമ്മുടെ എല്ലാവരോടും നമുക്ക് ബ്രീഫ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ക്യാരവനിൽ വന്ന് ഓരോരുത്തർക്ക് ബ്രീഫ് ചെയ്യുന്നതിനേക്കാളും എല്ലാവരും ഇനി ഈ സീൻ ഇങ്ങനെയാണ് എന്ന് വിഷ്ണുവിന് പറയാനും ഒരു അവസരം നമ്മൾ പലപ്പോഴും വരും. നമ്മളെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബ്രീഫ് ചെയ്താൽ മതി. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പൊ ക്യാരവൻ എന്ന് പറയുന്നത്
നമ്മൾ അതിനെതിരല്ല. പക്ഷെ കാരവനിനകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ചിലർക്ക് ഏകാന്തത ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതിനോടും എനിക്ക് യോജിപ്പില്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഈ ഫിലിമിൽ അഭിനയിച്ചതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ ഭാഗ്യമാണ്. കാരണം ഇപ്പം എത്ര നേരം വേണമെങ്കിലും അവർക്ക് ടേക്ക് എടുക്കാം. മറ്റേതെന്ന് പറഞ്ഞാൽ 100 അടിയേ ഉള്ളൂ ജഗദീഷ്, 100 അടിയേ ഉള്ളൂ മോനെ, ഹൈ സ്പീഡാണ് പ്ലീസ്. ഇത് വയറ്റിന്ന് കയറിയിട്ടേ നമ്മുടെ കയ്യിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പോയത് അത്രയും ഫിലിം ബേസ് അത്രേ ഉള്ളൂ. പിന്നെ മദ്രാസിൽ നിന്ന് വന്നാൽ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ലല്ലോ, ഈസിയായിട്ട് ഡിജിറ്റൽ അല്ലേ, ഈസിയായിട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അന്നും ഈ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആളങ്ങ് അപ്പുറത്തോട്ട് മാറിപ്പോയി ഇരിക്കില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പം ജഗദീഷ് അഭിനയിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ജഗദീഷിൻ്റെ ആണെങ്കിൽ ഞാൻ ജഗദീഷ് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, ജഗദീഷ് അതിട്ട് ഒരു നമ്പർ ഒരു സാധനം ഇട്ടു, അപ്പം അതിൻ്റെ ഒരു സാധനം നമ്മൾ കൊടുക്കണോ? അങ്ങനെ ഒരു സ്പിരിറ്റ് അതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ഥലത്തില്ലെങ്കിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ജഗദീഷ് പറയും, സായി ഞാൻ ഇങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്ന ഒരു മനസ്സുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം ഞാൻ ചെറുതായിട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അത് പോകും. അല്ലെ മാത്രമല്ല, ക്ലോസപ്പ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ നമ്മുടെ മാത്രം ഷോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഷോട്ട് എടുക്കാൻ നേരത്ത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൈ കാണിച്ചു തരും. ഇപ്പോൾ സായിയുടെ ഒരു ഷോട്ട് എടുക്കാൻ നേരത്ത് സായി ഇതാണ് ജഗദീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ കൈയുടെ പൊസിഷൻ കാണിച്ചു കൊടുക്കും. ഞാനവിടെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ കൈ വേണ്ട, ഞാൻ തന്നെ നിൽക്കാം, ഞാൻ തന്നെ നിന്ന് സായി എടുത്ത ആ ഡയലോഗ് കൗണ്ടർ ഡയലോഗ് പറയാം. അപ്പൊ സായിക്ക് കുറച്ചുകൂടെ ഫീലിംഗ് കിട്ടും. അതെ, എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ബേസിക്കലി അങ്ങനെ അത്രയും ആക്ടർ ആവണമെന്നില്ലല്ലോ. അപ്പൊ അയാൾ പറയുന്നതിനേക്കാളും നമ്മളെ ക്യാരക്ടറായിട്ട് നിന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് കൗണ്ടർ പറയുമ്പോൾ സായിക്ക് അത് കേട്ട് ഇമോഷണൽ ആയിട്ട് അഭിനയിക്കാൻ കഴിയും. അതേപോലെ സായി അപ്പുറത്ത് നിന്ന് ഞാൻ ഇവിടെ നിന്ന് പറയാം എന്ന് പറയാൻ നേരത്തെ നമുക്കൊരു ഫീലിംഗ് ആണ്. അതൊക്കെ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് സിനിമയിൽ ടോട്ടാലിറ്റിയെ വളരെയധികം സഹായിക്കും. നമ്മള് ഈഗോ ഒന്നും കാണിക്കാതെ നേരെ എന്റെ ഷോട്ട് കഴിഞ്ഞു ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകാതെ അത് കഴിയുന്നതും ആ സീൻ കഴിയുന്നവരെ അവിടെ തന്നെ ഉണ്ടാവുക. ഏത് നിമിഷവും പിന്നെ ചിലപ്പോൾ ഒരു പ്ലാനിങ് ഒക്കെ മാറാം. ചിലപ്പോൾ നമ്മുടെ സീൻ തീർന്നു നമ്മൾ തന്നെ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഡയറക്ടർക്ക് തോന്നും, എല്ലാം കഴിഞ്ഞിട്ട് തോന്നുമ്പോൾ ഒരു ഷോട്ട് കൂടെ നമുക്ക് എടുക്കണമെന്ന് തോന്നും. ചിലപ്പോൾ ഡയറക്ടർക്ക് തോന്നും, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ ഡയറക്ടർ വിളിച്ചെന്നിരിക്കും, ചേട്ടാ ഒരു ഷോട്ട് കൂടെ, അത് ആദ്യം ഒന്നുകൂടെ ഒരു കട്ടുകൂടെ നമുക്ക് പോകണം. നമ്മളവിടെ തന്നെ ഉണ്ട്. നമ്മൾ റൂമിൽ പോകുന്നില്ല. തീർന്നെന്ന് പറഞ്ഞിരുന്നാലും രാത്രിയൊക്കെ ആണെങ്കിൽ പാക്കപ്പ് എന്ന് പറഞ്ഞിരുന്നാൽ അപ്പം തന്നെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞാൽ സീൻ തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങും. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടെ ഗുണമുള്ള കാര്യമല്ലേ, വലിയൊരു കട്ടോ ഒരു ക്ലോസപ്പോ എടുക്കണമെങ്കിൽ ആ ഏരിയയിൽ തന്നെ കറങ്ങും. 2-3 പ്രാവശ്യം ഉറപ്പിച്ചു ഇനി അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ അല്ലേ. ജഗദീഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. മൈഡിയർ കുട്ടിച്ചാത്തലിൽ വന്നിട്ടുള്ള അതേ സ്പിരിറ്റ് ഇല്ലേ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന സ്പിരിറ്റ്, അത് തന്നെയാണ് മധുവിധു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കോംപ്ലിമെന്റ് ഞാൻ സ്വീകരിക്കുന്നു. അത് കറക്റ്റാ. സൈഡ് ഒബ്സർവേഷൻ ആവശ്യമുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഇപ്പൊ ഇപ്പോഴും നമ്മുടെ മധുവിധുവിന്റെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്ന് പറയാൻ നേരത്ത് നമുക്ക് കള്ളം പറയാൻ ഇടവരുത്തരുത്. ഇപ്പൊ മധുവിധു എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രൊജക്ട് ചെയ്യുന്ന ഒരു പടം അത് കണ്ടിട്ട് ആൾക്കാർ പ്രൊമോഷനൊക്കെ വന്ന് എന്തൊക്കെ കാച്ച് ചെയ്യുന്നു തോന്നരുത്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നമ്മൾ എൻജോയ് ചെയ്തു, നമ്മുടെ ഷൂട്ടിങ് എൻജോയ് ചെയ്തു, അതിന്റെ ഹ്യൂമർ എൻജോയ് ചെയ്തു, അതിന്റെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ എൻജോയ് ചെയ്തു, അതിന്റെ ഒരു ചെറിയ സസ്പെൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത് നമ്മൾ എൻജോയ് ചെയ്തു. ഒരു നല്ല ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അത് സത്യസന്ധമായിട്ടാണ് അതിനകത്ത് കള്ളമില്ല. അപ്പോൾ മധുവിനും പ്രത്യേകിച്ച് കല്യാണിക്കും എല്ലാവിധ വിദ്യാഭ്യാസം നേരുന്നു. താങ്ക് യു.